പണിക്ക് പോകണമെന്ന് പറഞ്ഞ് ചിരിക്കുന്നു. സൊസൈറ്റിയിൽ നിന്ന് വിളി വന്നിട്ട് പണിക്ക് പോകണമെന്ന്. സൊസൈറ്റിയിൽ നിന്ന് വിളി എന്ന് പറഞ്ഞാൽ ജിപ്തി ചെയ്യണം. ചേട്ടൻ ഭയങ്കര ചിരി. സൊസൈറ്റിന്ന് വിളി എനിക്ക് മനസ്സിലായി. ഇത് കട്ട് ചേട്ടൻ പറയാൻ തുടങ്ങിയപ്പോൾ രാജേട്ടൻ അവിടെ നിന്ന് കാണിക്കും ഇത് കട്ട് ചെയ്യണം ഹരിച്ചേട്ടനോട്. ആ ചാടാൻ നിന്നവൻ കഴിഞ്ഞ ആഴ്ച നല്ലൊരു വണ്ടി എടുത്തു, ബലാന എടുത്തല്ലേ. ഇപ്പൊ വേറെ വണ്ടി തിരക്കും അത് പോരാന്നവൻ ചാടാൻ. ചേട്ടൻ ഇവരെ എങ്ങനെയാ കണ്ടുപിടിച്ചത്? വിളിച്ചിരുന്നപ്പോ സാധനം ഇരിക്കുന്നു. ഇന്ത്യയിലാണോ താക്കോല്? സുഹൃത്തിന്റെ രഹസ്യമാണോ? അല്ലല്ല, നീ ആ പാസ് വിട്ടത് എന്താണെന്ന് ആക്കി. ഇവിടെ ഇരിക്കട്ടാ, ഞാൻ അവിടെ ഇരിക്കാം. അപ്പൊ രാവിലെ എന്നെ വിളിച്ചില്ലേ, അപ്പൊ ഞാൻ ഉറക്കത്തിൽ ഒരിക്കലും ഒരു ഫോണും അറ്റൻഡ് ചെയ്തില്ല. ഞങ്ങൾ ആരും ചെയ്തില്ല കേട്ടോ. അല്ല, അമ്മയ്ക്ക് പ്രത്യേക ടോണുണ്ട്. അമ്മയുടെ എന്തായാലും വഴക്കൊക്കെ നടക്കുവാണെങ്കിൽ അമ്മയ്ക്ക് പ്രത്യേക ടോൺ. പിന്നെ കടങ്ങൾ കയറി അങ്ങനെ ജീവിതം മൊത്തം പരാജയപ്പെട്ട് നശിച്ച സമയത്ത് പിന്നെ ഇനി എനിക്ക് ജീവിക്കണ്ട. 2 പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ തുടങ്ങി. നിനക്ക് ഞാൻ അവസരം വാങ്ങിച്ചു തരാം, നീ രക്ഷപ്പെടും. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ചെയ്തത് എങ്ങനെയുണ്ട്, എനിക്ക് ഈ കോലം വെച്ചൊന്നും അവസരങ്ങളൊന്നും കിട്ടത്തില്ല. അല്ല സീരിയലൊക്കെ അല്ലേ, മനുഷ്യ പോലും അതൊക്കെയാണ് നോക്കുന്നത്. കുഴപ്പമില്ല, പ്രേക്ഷകരുടെ പ്രോത്സാഹനമാണല്ലോ കലാകാരന്മാരുടെ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രാജേട്ടനും സുഹിത്തേട്ടനും ഹരിച്ചേട്ടനുമാണ്. ചേട്ടാ നമസ്കാരം. 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 രാജേട്ടനെ സുഹിത്തേട്ടന് മീശയൊക്കെ പഠിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, കണ്ടാലൊരു താത്വികനായി സംസാരത്തിലൊക്കെ ഭയങ്കര എടുത്ത് സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നി. എന്ത് പറ്റി? അത് ഈ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മള്. അതുകൊണ്ടാണ് ഈ മീശ നമുക്ക് വഴങ്ങാത്തത്. മീശ എടുക്കേണ്ടി വരും. ഇരിക്കുന്നുണ്ട് ഇപ്പൊ പിന്നെ സീസൺ അല്ലേ, സീസൺ പ്രോഗ്രാം ആയതുകൊണ്ട് സ്റ്റേജിലല്ല. അല്ല ചേട്ടാ, ഭയങ്കര സീരിയസ്. ഈ നേരം വരെ ചേട്ടന്റെ മുഖത്തുനിന്ന് അല്ല, എന്റെ ഒരു ഫിഗർ അങ്ങനെ ഞാൻ അങ്ങനെ പിടിച്ചിരിക്കുള്ളൂ. അത് അഹങ്കാരം കൊണ്ട്. ചിലവർ പറയും ജാടയായിരിക്കും എന്നൊക്കെ പറയും. ഓരോരുത്തർക്ക് ഇപ്പം ഈ 3 പേർക്ക് 3 തൊഴിൽ കാണിക്കണ്ടേ മുഖത്ത്. ആ ഒരു എക്സ്പ്രഷൻ കാണിച്ചാലേ 3 പേരായി തീരത്തുള്ളൂ. ഞാൻ ഇവരെ കൺട്രോൾ ചെയ്ത് രാജേഷ് ഞങ്ങളെല്ലാം ഒരുപോലെ ആണെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതാര് പറഞ്ഞു? ഇത് ആരുടെ കണ്ടുപിടുത്തം? സ്വയം ചിന്തിക്കുന്നതാ, ചിന്തിച്ച് കൂട്ടുന്നതാണ്. എത്ര ഇത് പിടിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അല്ലെ, നമുക്കിങ്ങ് വരുമ്പോ അതൊക്കെ തന്നെയുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്യാമറയ്ക്ക് നിങ്ങളെ കാണുന്ന വീഡിയോയിൽ കുറെ കൂടെ ഇതായിട്ട് നിൽക്കുകയും സീരിയസ് ആയിട്ട് ഞാൻ കുറെ ചിരിക്കാൻ വേണ്ടി കൗണ്ടർ പറഞ്ഞു നോക്കി. എല്ലാം ചീഞ്ഞ പടക്കമായി. പക്ഷെ ഒന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് എപ്പോഴും ഞാൻ എല്ലാം ആസ്വദിക്കുന്നുണ്ട് എല്ലാവരോടും. ആരെന്ത് പറഞ്ഞാലും ഞാൻ ചിരിക്കാറുണ്ട്. മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ വിങ്ങനത്. അതുകൊണ്ടേ എന്നെ പാസ് ഇപ്പോഴും കൊടുത്തേട്ടാ. പാസ് കൊടുക്കുക. എന്റെ അടുത്തോട്ട് വന്നു, ഇപ്പോഴും പാസ് കണ്ണുകൊണ്ട് വരെ വിട്ടു തുടങ്ങി. വിട്ടു. ഞാൻ ഇങ്ങനെ വന്നപ്പോഴും പറയാം, നേരത്തെ വെളി വിടുമായിരുന്നു, ഇപ്പൊ കണ്ണുകൊണ്ടായി. അന്നാ ശരി, കണ്ണുകൊണ്ട് വിട്ട്. ഞാൻ എനിക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാനുള്ളൂ. രാജേട്ടാ, ഞാൻ ഫസ്റ്റ് സുഹൃത്തിന്റെ രഹസ്യമാണോ? അല്ലല്ല, നീ ആ പാസ് വിട്ടത് എന്താണെന്ന് ആ ചോദിക്കും. ഞാൻ ഇവിടെ ഇരിക്കട്ടാ, ഞാൻ അവിടെ ഇരിക്കാം. എന്നെ ഒന്ന് ചോദിക്കാൻ സോറി. അല്ല സോറി വേണ്ട ചേട്ടാ, നല്ല രസമായിട്ട് നീന്ന് വിളിച്ചു. എന്റെ പൊന്ന് ചേട്ടാ, പിന്നെ നീന്നല്ലാണ്ട് എന്ത് വിളിക്കാൻ പറ്റും? രാജേഷൻ ഇവിടെ വാ. ഇവിടെ അയ്യോ, എന്റെ ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചയിലുള്ള ചിരി. അതൊരു റെക്കോർഡാ. റെക്കോർഡ് ചെയ്യുവാന്ന് ഇവിടെ. കണ്ടോ, മനസ്സിലായോ രാജേട്ടാ? ഞാൻ ചേട്ടനെ ആദ്യം വിളിച്ചു. ചേട്ടൻ പറഞ്ഞു, മോളെ ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇൻ്റർവ്യൂ തരാം. അപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസം ഇങ്ങനെ പുറകെ നടന്ന്, ചേട്ടാ എനിക്കൊരു ഇൻ്റർവ്യൂ തരുമോ? അപ്പോൾ ഇന്ന് നാളെ നിങ്ങൾക്ക് വർക്കുണ്ട്, അപ്പോൾ ഇന്ന് വരാമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ അവർക്ക് ആ കൊച്ചിന് ഇൻ്റർവ്യൂ അയ്യോ പാവമുള്ള അതിന് കൊടുക്കണം എന്നാണോ, അതോ നല്ലൊരു ഇതാണ്, എങ്ങനെയാണ് ചേട്ടൻ്റെ മനസ്സിൽ? ഞങ്ങള് മെനഞ്ഞാന്ന് കണ്ണൂർ പ്രോഗ്രാമിന് പോയിട്ട് വന്നതാണ്. ഉറക്കമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറക്കത്തിൽ നിന്ന് വന്നു. സ്ക്രിപ്റ്റ് നാളെ ഷൂട്ടാണ്, സ്ക്രിപ്റ്റ് ഒന്നും ആയിട്ടില്ല. അപ്പൊ രാവിലെ എന്നെ വിളിച്ചില്ലേ, അപ്പൊ ഞാൻ ഉറക്കത്തിൽ ഒരിക്കലും ഒരു ഫോണും അറ്റൻഡ് ചെയ്തില്ല. ഞങ്ങൾ ആരും ചെയ്തില്ല കേട്ടോ. അല്ല, പക്ഷെ ഞാൻ ചെയ്യും. അമ്മ വിളിച്ചാൽ മാത്രം, അമ്മയുടെ ഫോൺ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യും. എത്ര ഉറക്കം വന്നു വെച്ചാൽ ഞാൻ ഉറങ്ങിയ ഫോൺ എടുക്കും. ഇല്ല, ഞാൻ അമ്മയ്ക്ക് പ്രത്യേക ടോണുണ്ട്. അമ്മയുടെ എന്തായാലും വഴക്കൊക്കെ നടക്കുവാണെങ്കിൽ അമ്മയ്ക്ക് പ്രത്യേക ടോണാണ്, അല്ലെങ്കിൽ വേറെ ടോണാണ്. അതല്ല, ഇത് ഫോൺ ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും, നോക്കും ആരാണെന്നുള്ളത് നോക്കിയിട്ട്. പിന്നെ ഞാൻ പക്ഷെ അമ്മയുടെ കൂടെ വന്നാൽ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ കൂടെ അറ്റൻഡ് ചെയ്യും. അത് അമ്മ വിളിക്കുമല്ലോ, മാനോട് വിളിക്കുമ്പോൾ ഒരു പ്രതീക്ഷയോട് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ ഉറക്കമല്ല പ്രാധാന്യം. അപ്പം ഞാൻ അതുകൊണ്ട് എടുക്കാറുണ്ട്. ഞാൻ വീട്ടിലാണെങ്കിൽ തന്നെ
കുടുംബത്തിൽ നേരത്തെ താമസിക്കുമ്പോഴും വൈഫ് ചെയ്യുന്നത് അമ്മയുടെ ഫോണിൽ കൊണ്ട് എന്നെ വിളിപ്പിക്കും. കാരണം വൈഫിൻ്റെ ഫോണിൽ കോൾ വന്നേ എടുക്കുമല്ലോ ഉറക്കത്തിലാണെങ്കിൽ. അപ്പോൾ എന്നെ ഇന്ന് രാവിലെ വിളിച്ചു. ഞാൻ ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എഴുന്നേറ്റിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഇവർ സുജിത്ത് വേറെ റൂമിലാണ്, ഞങ്ങൾ രണ്ടുമാണ് ഒരു റൂമിൽ. ഞങ്ങൾ ജോലി അന്നേരം ഞങ്ങൾ ആലോചിച്ചു എങ്ങനെ അവ അങ്ങോട്ട് മാറ്റിയത്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് നാളെ ചെന്ന് ഷൂട്ടിന് കയറണമെങ്കിൽ ആദ്യമേ എഴുതണം. ഈ കൗണ്ടർ എന്ന് പറഞ്ഞാൽ എഴുതാൻ ഭയങ്കര പാടാണ്, ഒരാളെ ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് പിന്നെ റിഹേഴ്സൽ സമയമില്ല. പിന്നെ ഞങ്ങൾ ഇന്ന് പോകണ്ട, ഇന്ന് ആലോചിച്ച് ഇങ്ങനെയൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ മനസ്സ് അന്ന് നമ്മൾ പിന്നെ ഇനിയും നീണ്ടുപോകും. ഞങ്ങൾ പിന്നെ ആലോചിച്ചാൽ നമുക്കൊരു 1 മണിക്കൂർ കൊടുക്കാളി എങ്ങനെയായാലും. പിന്നെ ആലോചിച്ചപ്പോൾ ശരി ഓക്കെ, അന്ന് ഇന്ന് 1 മണിക്കൂർ നമുക്ക് ഇതിന് വേണ്ടി കളയാം. കാരണം ഒരുപാട് നാളുകൊണ്ട് വിളിച്ചോണ്ടിരിക്കുക. എന്തൊക്കെ പ്രാക്ടീസാ ചെയ്തത്? പറയണം, പറയരുത്, അവിടെ ചെന്ന ഇന്റർവ്യൂ ചോദിച്ചാൽ അത് പറയരുത്. അങ്ങനെ ഇല്ല, ഞങ്ങൾ എവിടെ അങ്ങനെ പ്രിപ്പയർ പോവാറില്ല. കാരണം നമ്മൾ പഠിച്ചിട്ട് പോകുന്നതല്ലല്ലോ ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, പറയുന്നത് സത്യസന്ധമായിട്ട് പറയും, അത്രയേ ഉള്ളൂ. സത്യസന്ധ ആണോ ചേട്ടാ? ഹരിച്ചേട്ടാ, ഉദിമൂട് ഹരിച്ചേട്ടാ, അത് പേര് പ്രത്യേകം ഉദിമൂട്. ഉദിമൂട്. ഇപ്പൊ ബസ്സിലെ ഉദിമൂട് സ്ഥലമില്ല, പുള്ളിയുടെ ഫോട്ടോ വെച്ചേക്കുന്നത്. ആൾക്കാർ കയറുമ്പോ തന്നെ ഇത് ഉദിമൂടിനുള്ള ബസ്സാണോ അറിയാൻ പറ്റും. അല്ല, നമുക്ക് രാജേഷ് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തുള്ള വരവ് നമുക്കില്ല. എന്താണ് ചോദിച്ചാൽ അതിന് മറുപടി പറയാനുള്ളതുള്ളൂ. കാരണം ആലോചിച്ച് സെറ്റ് ചെയ്യണം, ആനന്ദിന് ആലോചിച്ച് സെറ്റ് ചെയ്യാൻ പറ്റത്തൊരു കള്ളത്തരം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ കള്ളത്തരമില്ല. നിങ്ങൾ എന്ത് ചോദിക്കാൻ അതിന്റെ മറുപടി നമ്മൾ കറക്റ്റ് പറഞ്ഞിരിക്കും. അപ്പൊ ഇനി മറുപടി സത്യമായിട്ട് പറയും. കറക്റ്റ് പറയാം, എന്നോട് ചോദിച്ചു, ഞാൻ പറയാം. ക്വസ്റ്റ്യൻ ചേട്ടാ, ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടിരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. എനിക്ക് തോന്നിയൊരു പോർഷൻ, കാരണം എല്ലാവരുടെ ലൈഫിൽ നമ്മൾ ഓരോ അറ്റംപ്റ്റ് ചെയ്യുന്നത്, ഇപ്പം എന്ത് സാധനമാണല്ലോ, നിങ്ങളോടൊരു ഇന്റർവ്യൂ ഞാൻ ചോദിക്കുമ്പോൾ പോലും അത് കിട്ടിയാൽ എനിക്ക് ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ വിസിബിലിറ്റിയുടെ കൂടെ എനിക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ആദ്യമേ 3 പേരും കൂടെ കൂടി ഇപ്പോൾ നിൽക്കുന്ന ചാനലിൽ ആദ്യമേ ഒരു ഇന്റർവ്യൂവിന് ചെന്ന് നിങ്ങൾ സ്കിറ്റ് ചെയ്തു, അത് പൊട്ടിപ്പോയി. അപ്പോൾ ഈ പൊട്ടിപ്പോവാന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് കയറി സ്റ്റേജിൽ കയറുന്നു, ചെയ്യുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും അനലൈസ് ചെയ്തിട്ടുണ്ടാവും എന്തുകൊണ്ടാവും അത് പൊട്ടിപ്പോയത്? അല്ലെങ്കിൽ ആ പൊട്ടിപ്പോയ നിമിഷം ഇനി ഒന്നൊരു, കാരണം നിങ്ങൾ 2ാമതും ചെയ്തു 3ാമതും ചെയ്തപ്പോഴാണ് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ കാണുന്ന ഒരു വലിയ ഹിറ്റിലേക്ക് എത്തിയത്. എന്തായിരുന്നു ആ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റ്? അല്ല, അത് പൊട്ടിപ്പോയത് ഇപ്പം ഞങ്ങൾ ചിന്തിക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു. കാരണം അതിനകത്ത് മെയിൻ കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ സംഭവം ഉണ്ട് എന്നുള്ള നമുക്ക് അതല്ല അവര് പറയുന്നത്, അന്ന് നമ്മൾ തകർന്നു പോയില്ലേ, ആ തകർന്നു പോയത് ഇപ്പം നമുക്കത് പോസിറ്റീവായിട്ടുണ്ട്. പിന്നെ സാറിന് പിന്നെ മനസ്സിലായി നമ്മളോട് നിലനിർത്താനുള്ള കാരണം ഞങ്ങളുടെ കയ്യിൽ സാധനം അത് നിലനിർത്താനുള്ള കാര്യം അല്ല. അവര് വെച്ചാൽ അത് അല്ല, അതിന് നമുക്ക് വിഷമങ്ങളോ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെന്ന് കയറിയപ്പോൾ സ്കിറ്റ് താന്ന് പോയില്ലേ, അപ്പൊ നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാവുമല്ലോ. തീർച്ചയായും അത് ഓൾറെഡി ഉണ്ടാവുമല്ലോ, ആർക്കും നമുക്കെന്നല്ല, തുടക്കത്തിൽ വരുന്ന ഏത് ആർട്ടിസ്റ്റിനും ഉണ്ടാവും. പക്ഷെ പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നല്ലതാണ്. അവിടെ എന്തുകൊണ്ടാണ് പാളിച്ച ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കി അത് നികത്തി അതിലും ബെറ്റർ ആക്കി നമുക്ക് വരാൻ സാധിക്കും. തുടക്കത്തിലെ തോൽവി എല്ലാത്തിനും ഒടുവിലൊരു വിജയമാണ്. മോനെ, അതല്ല ഞാൻ പറഞ്ഞ പിന്നെ, അതായത് നമ്മുടെ പിന്നെ തുടക്കത്തിൽ ചീറ്റി നമ്മൾ ഉദ്ദേശിച്ച പോലെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെങ്കിൽ ഞങ്ങളത് പിന്മാറിയില്ല. കാരണം നമ്മുടെ സംഗതി ഞങ്ങളുടെ ഉണ്ടെന്ന്, അത് വിജയിപ്പിക്കാൻ പറ്റിയ സംഭവം നമ്മുടെ ഉണ്ട് എന്നൊരു ധാരണ ഞങ്ങൾ 3 പേരുടെ കയ്യിലുണ്ട്. അപ്പം അത് വെക്കുക എന്നുള്ളതാണ്, ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഉണ്ട്, സാധനം ഇരിപ്പുണ്ട്. നമ്മളെ പക്ഷേ അവതരിപ്പിച്ചതിൽ എന്തോ ഒരു പാളിച്ച അന്ന് പറ്റിപ്പോയി. പക്ഷെ അതിൽ നമുക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടായി. അത് പ്രേക്ഷകർ സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദി, സ്നേഹം. പ്രേക്ഷകരുടെ പ്രോത്സാഹനമാണല്ലോ കലാകാരന്മാരുടെ വിജയം. ഇത് ഞാൻ തങ്കലിപ്പിയിലായിരുന്നു. കാരണം ആ ഒരു ബേസ് പിടിച്ച് ആ ഒരു സുജിത്ത് ഗൗരവട്ടൊക്കെ ഇരുന്നിട്ട് അത് അവന്റെ ഒരു ശൈലിയാണ്. ഇന്റർവ്യൂവിന് മാത്രം ഉള്ളൂ. സ്റ്റേജിൽ കയറിയ വേറെ ലെവലാണ്. സ്റ്റേജ് തട്ടേ കയറുമ്പോൾ മറ്റു മാറും. നിങ്ങൾക്ക് ഇപ്പൊ വർക്ക് എങ്ങനെ പോകുന്നു? ഈ സ്റ്റേജ് ഷോസ് അല്ല, മീൻസ് ഈ പ്രോഗ്രാം അല്ലാതെ മറ്റുള്ള ഷോസ് എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നുണ്ട്. 2 വർഷം കൊണ്ട് കുഴപ്പമില്ലാതെ. വെളിയിലൊക്കെ പോയോ? പിന്നെ 9 രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങളെ കാര്യമാണോ? ഉഗാണ്ട ഉൾപ്പെടെ ആരെങ്കിലും സ്വപ്നത്തിൽ അല്ലേ കരുതുന്ന കാര്യം? നമ്മളെ ആഫ്രിക്ക പോകേണ്ട കാര്യമേ ഇല്ല. ഞങ്ങൾ 3 പേർക്ക് എന്തിനു പോകാനാ, എങ്ങനെ പോകാനാ? അപ്പൊ നമുക്കൊരു സാഹചര്യം ഒത്തത് ഈ കലാഫീൽഡാണ്. ഈ കലാഫീൽഡാണ് നമ്മളെ അവിടെ വരെ എത്തിച്ചത്. അത് എത്തിക്കാൻ കാരണം പ്രേക്ഷകരുടെ സപ്പോർട്ട് അല്ലേ? ഐറ്റം വേറെ സാറിന്റെ നല്ല മനസ്സ് ഞങ്ങളെ ഇതുവരെ എത്തിച്ചത് ഇത് ഐറ്റം വേറെ എന്ന ഷോയിലൂടെയാണ്. ഡയറക്ടർ അർജുൻ സാറാണ് ഞങ്ങളെ 3 പേര്
പക്ഷെ ഈ ഷോ സാർ ഒരുപാട് ഷോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അർജുൻ സാർ ഒരുപാട് ഷോ പ്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ഒരു ഷോ സാറിന്റെ ജീവിതത്തിൽ തങ്ക ലിപികളാൽ എഴുതിപ്പെടണ്ടേ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഷോ കൊണ്ട് രക്ഷപ്പെട്ട് ഒരുപാട് പേരുണ്ട്. വീട്, സ്ഥലം, എനിക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട് ഈ ഷോ കൊണ്ട് കിട്ടിയതാ. സ്ഥലം മേടിക്കാൻ പറ്റിയത്, സ്ഥലം, വീട്, വിദ്യാഭ്യാസം, ഒരുപാട് ഹോസ്പിറ്റലിൽ ചെലവ് വന്നതൊക്കെ ഇപ്പൊ ഈ സാറ് അല്ലേ ഈ ഷോ കൊണ്ട് രക്ഷപ്പെട്ട് ഒരുപാട് ഫാമിലി ഉണ്ട്, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ. വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം, വീട്, വസ്തു, ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ, അങ്ങനെ പല രീതിയിൽ നമ്മളെ ഇതായിട്ടും വേറെ എന്ന് പറഞ്ഞ ഷോ കൊണ്ട് എല്ലാ കലാഫീൽഡിൽ നിൽക്കുന്ന ഇപ്പൊ പങ്കെടുക്കുന്ന എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് സാറിന്റെ ഒരു മനസ്സാണ്, നല്ലൊരു മനസ്സാണ്. സാർ ഒരുപാട് ഷോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ പറയാം ഒരു തങ്കലിപിയാൽ എഴുതിപ്പെടുന്ന ഒരു ഷോയാണ് ഇത് ഐറ്റം വേറെ. ആ പേര് തന്നെ അങ്ങനെയാണല്ലോ, ഇത് ഐറ്റം വേറെ. അപ്പൊ നിങ്ങൾ വെളിയിലൊക്കെ പോയെന്ന് പറഞ്ഞല്ലോ, വെളിയിലൊക്കെ പോയപ്പോ സെയിം ഇത് തന്നെയാണോ വീണ്ടും അവിടെ അവതരിപ്പിച്ചത്? അത് കണ്ടന്റ് അതാണ്, കൗണ്ടർ വേറെയാണ്. അപ്പൊ നമ്മൾ അവിടെ നമ്മുടെ സ്കൂളിന്റെ സ്കിറ്റൊക്കെ എല്ലാവർക്കും മനപ്പാടമാണ്. നമ്മളെ അതോടുകൂടിയാണ് വനിത ടീച്ചറെ എന്നും പറഞ്ഞാണ് നമ്മളെ അവര് ക്ഷണിക്കുന്നത് തന്നെ. അപ്പൊ നമ്മൾ അവര് പറയാം സ്കൂളിൽ കളിക്കണം. പക്ഷെ നമ്മളെ സ്കൂള് കളിക്കും, പക്ഷെ കണ്ടന്റ് കൗണ്ടറുകളെല്ലാം മാറ്റിയിട്ട് ഫ്രഷ് സാധനം കൊടുക്കാന്നുള്ളതാണ്. വനജ ടീച്ചർ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ? വനജ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മള് അങ്ങനെ പേരിട്ടതല്ല, നമ്മുടെ സ്ക്രിപ്റ്റിന്റെ ആവശ്യമത്തിന് ഒരു ടീച്ചറിന്റെ പേര് നമ്മളൊരു പേരിട്ടെന്നുള്ളതേ ഉള്ളൂ. പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പല ആൾക്കാരെ നിങ്ങളുടെ റിയൽ ലൈഫിൽ നിന്ന് തന്നെ എടുത്തവരാണെന്ന് പറയുന്നുണ്ട്. കോടിയോ ചേട്ടന്റെ ആ അമ്മൂമ്മയുടെ സ്കിറ്റ് ചെയ്തില്ലേ, അതിലെ അമ്മൂമ്മ നിങ്ങളുടെ ചേട്ടന്റെ നാട്ടിലുള്ളതാണെന്നും സുധന്റെ നാട്ടിലുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നമ്മുടെ ലൈഫിൽ അമ്മൂമ്മ അത് സുഹൃത്ത് എവിടെ നടത്താൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ ബന്ധത്തിലുള്ള ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. അമ്മൂമ്മ വീട്ടിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ നെത്തിയാലും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരുടെ അമ്മൂമ്മമാരുടെ ഒരു ഈ സ്കിന്നൊക്കെ കാണുമല്ലോ, ചുളുങ്ങിയൊക്കെ ഇരിക്കത്തില്ലേ, അപ്പൊ അതിലൊക്കെ ഞാനിട്ട് പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ നമ്മളോട് ഭയങ്കര ലാളനയോടും പ്രത്യേകതയോടും കൂടിയായിരിക്കും. അതൊക്കെ കേൾക്കാനൊക്കെ ഇങ്ങനെ പഴയ കഥകളും അതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇവരെന്തായാലും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ശൈലിയിലൊക്കെയാണല്ലോ. അതിങ്ങനെ കേട്ട് 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 അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. പിന്നെ നമ്മൾ അവരെ കുറിച്ചൊക്കെ സംസാരിക്കാം. പിന്നെ നമ്മൾ ആ ശൈലിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങും. ഇല്ല അമ്മൂമ്മ അങ്ങ് മരിച്ചുപോയി, പിന്നെ അമ്മൂമ്മയുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറയും, പിന്നെ അവര് പറഞ്ഞ ആ രീതിയിലെ ശൈലിയില് സംസാരിക്കും. അത് പിന്നെ അത് നമുക്കൊരു ഇതായിട്ട്. ഈ അനിൽ വാരണം എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, മറ്റേ അമ്മൂമ്മയുടെ ശബ്ദത്തിൽ സംസാരിക്കുന്ന കണിച്ചുകുളങ്ങര ഉണ്ടപുഴുക്കെന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് സ്കിറ്റ് ഒക്കെ ഉണ്ട്. ഇലക്ഷനിൽ നിന്നാണോ? ഇലക്ഷനിൽ നിന്ന് ചേട്ടൻ മനസ്സിലായി. ആ ചേട്ടൻ ഇതുപോലെ അമ്മൂമ്മമാരുടെ സൗണ്ട് അതേപോലെ ഈ പണ്ടത്തെ അമ്മൂമ്മമാർ എടി കൊച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. നമ്മൾ അതിൽ ഇന്റർവ്യൂ ചെയ്തിട്ട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായതാ. കാരണം അത് ഇവര് പറയുന്നത് ഇപ്പം നമ്മൾ അങ്ങനെ പറയുന്നല്ല, അപ്പുറത്തെ ഇപ്പുറത്തെ കുശുമ്പും കുന്നായ്മയാണെങ്കിലും അതൊരു താളത്തിലും പ്രാസത്തിലും അതന്നെ വോട്ട് ചോദിച്ചല്ലോ ഓരോ വീട്ടിലൊക്കെ ചെന്ന് ചോദിച്ചത് ഈ അമ്മൂമ്മയുടെ ശബ്ദത്തിലൊക്കെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് വനജ ടീച്ചർ നിങ്ങളുടെ റിയൽ ലൈഫിലുള്ളതാണോ? ഈ പഠിത്തം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ചേട്ടനൊക്കെ എവിടം വരെ പോയി? പഠിത്തം വിദ്യാഭ്യാസോ? ഞാൻ 10 കഴിഞ്ഞിട്ട് പിന്നെ ITI പോകുമായിരുന്നു. ITI ചേട്ടനോ? ഞാൻ +2 കഴിഞ്ഞിട്ട് BA നമ്മുടെ മ്യൂസിക് കോളേജിൽ വരെ ഒന്ന് പോയായിരുന്നു. തിരുവനന്തപുരത്ത് മനസ്സിലായി. BA മ്യൂസിക് പോയായിരുന്നു. അത് അതിന്റെ 1-2 എക്സാം ഒക്കെ എഴുതി, കുറച്ചൊക്കെ എഴുതാനുണ്ടായിരുന്നു, അത് ഒരെണ്ണം കിട്ടാനുണ്ടായിരുന്നു. പിന്നീട് അത് എഴുതാൻ പോകാൻ പറ്റാതെ. ഞായറാഴ്ച സഞ്ജയ് കൂടി എല്ലാം പറഞ്ഞു. അല്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ സാഹചര്യങ്ങൾ അതുപോലൊക്കെ ആയിരുന്നു. നമ്മുടെ വീടിന്റെ പണിയൊക്കെ ആയി, പിന്നെ കടങ്ങളായി, പിന്നെ എനിക്ക് പണിക്ക് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. 7 മക്കളാണല്ലേ? 7 പേര്. 7-ലെ 7ാമതാണ് ഞാൻ. ഇളയത്. സാധാരണ ഇളയത്തങ്ങൾക്കാണല്ലോ വീട്ടിലെ എല്ലാ ലാളനയും കിട്ടി പണിക്കും പോകാണ്ട് മൂത്തങ്ങളല്ലേ ചെയ്യുന്നത്. പിന്നെ സുഖമല്ലേ. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ഒരു ഇന്റർവ്യൂവിന് പോലും ഞാൻ ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ല. ഞാൻ മ്യൂസിക് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ചേട്ടനുണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. സുഹൃത്തിന് എന്നെ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ പറഞ്ഞു അപ്പം തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണല്ലോ. പറഞ്ഞാൽ എനിക്ക് ആ താല്പര്യമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന ദിവസം എൻ്റെ റൂമിലോട്ട് പറഞ്ഞാൽ ഞാൻ ഇടത്ത് വാടകയ്ക്ക് താമസിക്കുക, നിങ്ങൾ ഇതുപോലെ സീരിയലിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് അവസരം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ആ സുഹൃത്തും കൂടെ പോയി. ആ സുഹൃത്താണെങ്കിൽ ഇത്തിരി നല്ല
അല്പം സ്വല്പം അല്ല ഗ്ലാമറുള്ള ഒരു കക്ഷിയാണ്. ഞങ്ങളോട് പറഞ്ഞ ഒരു കള്ളൻ്റെ റോളാണ് ചെയ്യേണ്ടത്. അവനെ കൊണ്ടും ചെയ്യിപ്പിച്ചു, എന്നെ കൊണ്ടും ചെയ്യിപ്പിച്ചു. ഞങ്ങൾ രണ്ടും ചെയ്തു കഴിഞ്ഞിട്ട് അവനെ കണ്ടപ്പോൾ അവനോട് പറഞ്ഞു, നീ ചെയ്തു കൊള്ളാം, സൂപ്പർ കേട്ടോ, നിനക്ക് ഞാൻ അവസരം വാങ്ങിച്ചു തരാം, നീ രക്ഷപ്പെടും. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ചെയ്തത് എങ്ങനെയുണ്ട്, അതിൻ്റെ ഈ കോലം വെച്ചൊന്നും അവസരങ്ങളൊന്നും കിട്ടത്തില്ല. പിന്നെ എന്നാ സീരിയലൊക്കെ അല്ലേ, മനുഷ്യ പോലും അതൊക്കെയാണ് നോക്കുന്നത്, കുഴപ്പമില്ല. അത് ഇവന് പറഞ്ഞിട്ടുണ്ട് അത് സെറ്റാകുമെന്ന്, അങ്ങനെ പറഞ്ഞ് അവിടെ തീർന്നു. പക്ഷെ അന്ന് എനിക്ക് പറ്റിയൊരു വിഷമവും എൻ്റെ മനസ്സിലുണ്ടായ ഒരു മുറിവും അത് ഭയങ്കരമായിരുന്നു. ഞാൻ അന്ന് ആ ഹോസ്റ്റലിൻ്റെ റൂമിൽ വന്നിട്ട് ഒരുപാട് കരഞ്ഞു, ഒരുപാട് കരഞ്ഞിട്ട് അവൻ രക്ഷപ്പെട്ടല്ലോ, അവന് അവസരങ്ങൾ കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന ഒരു സമയത്താണ് പിന്നീട് അതെല്ലാം അങ്ങ് വിട്ടു. എനിക്ക് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പണികളായി കാര്യങ്ങളായി ഇങ്ങനായി ഇവിടെ വരെ എത്തിപ്പെട്ടത്. അത് മനസ്സിലെ ഒരു മുറിവും കാര്യങ്ങളും എനിക്കത് മനസ്സിലാവും ചേട്ടാ. ഇനി അങ്ങനെ വരത്തില്ലായിരുന്നു, അങ്ങനെയും വരത്തില്ലായിരുന്നു. പിന്നെ കടങ്ങൾ കയറി അങ്ങനെ ജീവിതം മൊത്തം പരാജയപ്പെട്ട് നശിച്ച സമയത്ത് പിന്നെ ഇനി എനിക്ക് ജീവിക്കണ്ട. 2 പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ തുടങ്ങി. 2 പ്രാവശ്യം. അത് എൻ്റെ വീട്ടുകാർക്ക് പോലും സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങുമ്പോൾ മാത്രം എൻ്റെ വീട്ടുകാർക്ക് അറിയാം. പക്ഷേ അവർ പോലും ചിലപ്പം കരുതും അവനെങ്ങനെയൊക്കെ ചെയ്യാൻ തുനിഞ്ഞോ എന്ന്. 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ. ഞാൻ ഇവിടെ ഷൂട്ടിങ്ങിന്, അതായത് ഐറ്റം പുറകെ വരുന്നതിന് മുൻപ് ഈ അമൃത എന്ന് പറയുന്നൊരു ചാനലുണ്ടായിരുന്നു, അവിടെ സ്കിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ നിന്നൊക്കെ വിളി വന്നു, പണിക്ക് പോവാം, പണിക്ക് പോയിട്ട് കിട്ടുന്ന പൈസയ്ക്ക് പണിക്ക് പോകണമെന്ന് പറഞ്ഞ് ചിരിക്കുന്നു. സൊസൈറ്റിയിൽ നിന്ന് വിളി വന്നു പണിക്ക് പോകണമെന്ന്. അല്ല, സൊസൈറ്റിയിൽ നിന്ന് വിളി വന്നു പറഞ്ഞാൽ ജിപ്റ്റ് ചെയ്യാൻ വേണ്ടി. ചേട്ടാ ഒരാളുടെ ജീവിതം പറയുന്നത് അതിന് ഭയങ്കരമായിട്ട്, ഇത് നമ്മൾ സ്റ്റേജ് അല്ല ചേട്ടൻ ഭയങ്കര ചിരി. സൊസൈറ്റിന്ന് വിളി, എനിക്ക് മനസ്സിലായി. ഇത് കട്ട് ചെയ്ത് കളയണോ, അല്ലെങ്കിൽ പിന്നെ പറയും ഞാനങ്ങൾ പഠിച്ചോണ്ടൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് പറയാം. ഇല്ല ചേട്ടാ, അതിന് മുന്നൊരു കോമഡി കേൾക്കണോ? ഇതിന് ചേട്ടൻ പറയാൻ തുടങ്ങി തന്നെ രാജേട്ടൻ അവിടെ നിന്ന് കാണിക്കും, ഇത് കട്ട് ചെയ്യണം ഹരിച്ചേട്ടനോട്. എന്റെ ഷോ പറയുമ്പോ നിന്റെ ഭാഗം ക്ലോസ് വരുന്നേ. ഇല്ല ചേട്ടാ, ഇല്ല ചേട്ടാ, അതെനിക്ക് മനസ്സിലാവും. ഇപ്പം അവിടെ നിന്ന് വിളിച്ചിട്ട് വീട് ജപ്തി ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ ഇതൊന്നും കളിക്കാൻ പറ്റില്ല. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ അച്ഛനും സുഖമില്ലാതെ കിടക്കുന്ന ആകെപ്പാടെ ഭയങ്കര പ്രശ്നങ്ങൾ. അങ്ങനെ ഈ ഒരു മാർഗമില്ലാത്ത രീതിയിൽ പണിക്ക് പോയാൽ കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, ഈ സൊസൈറ്റിയിലെ പൈസ അടയ്ക്കണം, അല്ലാതെയുള്ള ലോണുകളുണ്ട്, അതിൻ്റെ കമ്പനികളുടെ പേരുകളൊന്നും പറയുന്നില്ല. അങ്ങനെ കുറേ ലോണുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന സമയത്ത് വീണ്ടും എനിക്ക് ആത്മഹത്യ ചെയ്യാൻ അങ്ങ് തോന്നുക. ഞാനങ്ങനെ ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ ആ സത്യം പറഞ്ഞാൽ ആ ഒരു ഇതും, പക്ഷേ അത് എനിക്ക് വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരയേണ്ടിയ അവസ്ഥകളാണ്, പൊട്ടിക്കരേണ്ടിയ അവസ്ഥകളാണ്. അത് എല്ലാവരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അനുഭവിച്ചവർക്കേ ഒരു പക്ഷേ അതൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഈ കടം കയറി കഴിഞ്ഞിട്ടേ നാനാ ഭാഗത്തു നിന്നുള്ള വിളി വരുമ്പോൾ നമുക്കറിയില്ല അതിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പണിയെടുക്കുന്നുണ്ട്, നമ്മൾ തന്നെ പണിയെടുക്കാതിരുന്നിട്ടാണോ, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. അത് പറയുമ്പോൾ എൻ്റെ അച്ഛനോട് കടം കയറി ഇങ്ങനെ ആൾക്കാരെല്ലാം ഒത്തിരിയും കടം കയറി ഇങ്ങനെ വിളിക്കുമ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ആത്മഹത്യ ചെയ്താലോ. അപ്പം അച്ഛൻ അന്ന് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ കടത്തിന് എൻ്റെ മക്കളെ കൊല്ലാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷെ നമുക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ ഉണ്ടാക്കിയത്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമുക്ക് നേരെ ചൊന്നെ ജീവിക്കാൻ. അപ്പോൾ ചേട്ടാ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. അല്ല, ഞാൻ എൻ്റെ റിയലായിട്ട് എനിക്ക് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എൻ്റെ റിയല് കാര്യമാണ് പറഞ്ഞത്. ഇവരോട് പോലും ഞാനുള്ള കാര്യം ഞാനിപ്പോ അറിയുന്നു. സത്യം പറയുക, അത് ഞാൻ സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ഈ ഐറ്റം വേറെയിലോട്ട് വരുന്നത്. ഏതാണ്ട് 2 ആഴ്ച താമസമായിട്ടുള്ളൂ. ഞാനൊരു വേറൊരു വീട്ടിൽ പെയിന്റിങ് പണി വന്ന സമയത്ത് ഹരിച്ചേട്ടൻ എന്നോട് ഒന്ന് വിളിച്ചു പറയടാ, അവിടുന്ന് വിളിച്ചോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വിളിച്ചില്ല, എന്നെ ഇതുവരെ വിളിച്ചില്ല, വിളിക്കുവാണെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജേഷ് ഇടപെടുന്നതും രാജേഷ് വിളിക്കുന്നതൊക്കെ. അതൊക്കെ ഒരു നിമിത്തമാണ്, ദൈവ നിമിത്തം എന്ന് പറയുന്നത്. ദൈവം ഒരാളെന്ന് പറയുന്നത് നമ്മുടെ അല്ല. ചേട്ടൻ ഇപ്പം പറഞ്ഞല്ലോ, ചേട്ടൻ ഒരാളെ ഉള്ളൂ. അല്ല, ചേട്ടൻ ഒറ്റാം തടിയാണ്, കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ അച്ഛനും അമ്മയും. അപ്പം കടം ഇങ്ങനെ വരണമെങ്കിൽ നമ്മുടെ ഫാമിലി മൊത്തത്തിൽ അച്ഛനും അമ്മേനെ നോക്കിയത് ചേട്ടനായിരുന്നു. അത് ചോദിക്കണം, അതറിയണ്ടേ, അതാണ് അറിയേണ്ടത്. അച്ഛനും അമ്മയെ നോക്കിയത് ചേട്ടൻ. ഞാനും സഹോദരങ്ങളെല്ലാം അച്ഛനെ അമ്മ ഇപ്പോൾ ഉണ്ട്, അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ അസുഖമായിട്ട് കുറേ നാൾ കിടന്നു. പക്ഷെ എൻ്റെ സഹോദരങ്ങളൊക്കെ ഞാൻ നോക്കുന്നതിനെക്കാളും അവരെ ഒരുപാട് നോക്കിയിട്ടുണ്ട്. ചേട്ടന്മാര്, ചേച്ചിമാര്, അവരെല്ലാവരും അച്ഛനെ ഒരുപാട് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഞാനൊരു പണിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. ഞാനങ്ങനെ പറയത്തില്ല ഞാൻ എൻ്റെ അച്ഛനെ നോക്കി, അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ല, ഒരിക്കലും അങ്ങനെ പറയാനും പാടില്ല. അതിലല്ല കാര്യം.
പക്ഷേ എങ്കിലും നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ നമ്മളോടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊരു ഭാഗമൊക്കെ ആയതുകൊണ്ട് കിട്ടുന്ന പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിന് വേണ്ടി കൊണ്ടൊന്ന് ചിലവാക്കുക. കാണുന്നവർക്ക് അവന്മാരിങ്ങനെ വെള്ളമടിച്ച് നടക്കാന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നവർ പറയും. അതൊക്കെ അസൂയം കൊണ്ട് പറയുന്നവർ പറഞ്ഞോട്ടെ. എന്നാലും ഇതുവരെ എത്താൻ പറ്റിയതെന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ ഇത് കൊണ്ടാണ്. ഞാൻ തമാശയില്ല, ലാസ്റ്റിലത്തെ ഞാൻ ആത്മഹത്യ ശ്രമിച്ച സമയത്ത് എൻ്റെ 2 ആഴ്ചക്കുള്ളിൽ രാജേഷ് വിളിച്ചിട്ട് ഹരിച്ചേട്ടനോട് പറയാൻ നമ്മൾ പോകണം, അവിടെ നിന്ന് വിളി വന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വന്നു കഴിഞ്ഞു. പിന്നെ അന്ന് ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെയും വീണ്ടും ഒരു സംഭവം മുമ്പേ പറഞ്ഞില്ലേ വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിടുന്ന ഒരു സംഭവം വന്നു. അന്നേരം ഒരു അവസ്ഥ വേറെ ഒരു സംഭവം കൂടെ മൂലയിൽ നിന്നുകൊണ്ട് 9ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് ഞങ്ങളിപ്പം താമസിക്കുന്ന അസറ്റ് ഹോട്ടലിന്റെ മൂലയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുക ഞങ്ങൾ മൂലയിൽ നിന്ന് എടുത്തങ്ങ് ചത്താലെന്താണ് ചോദിച്ചോക്കെ. ഞാൻ ഹരിച്ചേട്ടനോട് പറഞ്ഞതാ, മുകളിലത്തെ 9ാമത്തെ ഫ്ലോറിൽ നിൽക്കുക, എന്നിട്ട് താഴോട്ട് നോക്കും ഇങ്ങനെ മണ്ടയ്ക്ക് നിർത്തി ചാകാവുന്നു ചോദിച്ചോക്ക് പറഞ്ഞ കാര്യ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ആണ് അമ്മമ്മ സ്കിറ്റൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതൊക്കെ അങ്ങ് പോകട്ടെ, ഇതെല്ലാം അങ്ങ് പോകട്ടെ. പിന്നെ ഇതുവരെ എത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറുടെ എല്ലാം സപ്പോർട്ട്. ആ ചാടാൻ നിന്നവൻ കഴിഞ്ഞ ആഴ്ച നല്ലൊരു വണ്ടി എടുത്തു, ബലാന. എടുത്തല്ലേ? ഇപ്പൊ വേറെ വണ്ടി തിരക്കും, അത് പോരാ നമ്മൾ ചാടാൻ. ഞാനത് എന്റെ അപ്പനോട് പറയുമ്പോ എനിക്കന്ന് ഒരു 15-16 വയസ്സ് കാണും. പിന്നെ കട ഉണ്ടെന്ന് നീ പറഞ്ഞോ അപ്പനോട്? ചെമ്പട എന്തൊരു ഇത് സ്കിറ്റ് അല്ലേ, ഇത്രയും ചളി അടിക്കാൻ. ഒന്നുകൂടെ ഇനി ഇല്ല. അപ്പം നമ്മൾ അന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെ ഇരിക്കുന്നു, നമ്മൾ അത് ഇത്രേ ഉള്ളൂ. ലൈഫാണ് സ്റ്റിൽ, നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഇവരെ കണ്ടുപിടിച്ചത് എങ്ങനെയാ? ഇവർ രണ്ടുപേരും നാട്ടില് മറ്റേ ചേട്ടനാണ് പോളിഷറാണ്. അത് ഞാൻ ചോദിക്കാൻ വരുന്നുണ്ട്. ചേട്ടൻ ഇവരെ എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഞാൻ പോണ രാജി. ഇവര് ഞാൻ നേരത്തെ മഴവില്ലല്ലേ പെമ്പർച്ചിരിയിൽ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അന്ന് ഇവര് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവരെ വാച്ച് ചെയ്ത. ഇവരുടെ പ്രത്യേകത അന്ന് വരുമ്പോൾ ഇവര് രണ്ടുപേരും ആരോടും മിണ്ടുമില്ല, ഒരു സൈഡിലോട്ട് മാറിയിരിക്കും. രണ്ടുപേരുടെ ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ച് മാറിയിരുന്ന് കഴിയും. അവിടുന്ന് റിഹേഴ്സൽ നോക്കുന്നത് എവിടെ മാറിയിരുന്നു കഴിക്കുന്നത് കണ്ടോ അവന് വിഷമം. ഇവർ രണ്ടുപേരും ആരുടെ വലിയ സഹകരണം ഒന്നുമില്ല, മാറി ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യും. അതിനായിരുന്നല്ലോ അവരുടെ ലക്ഷ്യം. അത് പോട്ടെ. അപ്പൊ അന്ന് നമ്മളൊരു പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അമൃതയെ വന്നപ്പോ അവിടെ വെച്ച് കണ്ടേ പിന്നെ അവിടെ നമ്മൾ കാണുമ്പോൾ മാറി നിൽക്കുന്ന ആരോട് സംസാരിക്കുന്നില്ല. ഇപ്പൊ ഉമ്മാരൊന്ന് പറ്റിച്ചാലും ഷോ ഐറ്റം വേറെ തുടങ്ങിയപ്പോഴത്തേന് ഇപ്പൊ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു രണ്ടുപേരെയും കൊണ്ടുപോകാൻ രാജേഷ് എന്ന് പറഞ്ഞു. ഇവർ പോയപ്പോഴും ഇവരുടെ പറഞ്ഞു ഒരാളെയും കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലും ഇവർ രണ്ടുമാണ് വന്നത്, ഇവരുടെ മനസ്സിലും എന്നെയാണ് കണ്ടത്. അപ്പം ഞങ്ങൾ ഒന്ന് പോയി നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഫസ്റ്റ് ദിവസം വന്നു, കളിച്ച് കാണിച്ചു. അപ്പോൾ സ്ക്രിപ്റ്റ് റെഡി ആയില്ല, പറഞ്ഞ കേട്ടോ ശരിയായില്ല. അപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞു വേറെ സ്ക്രിപ്റ്റുമായിട്ട് പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു 6 മണിയാകുമ്പോൾ എഴുതി കളിച്ച് കാണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇരുന്ന് എഴുതി. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങൾ ആപ്പടം പഠിച്ചു, വേഷം വരഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ വൈറ്റിലെ ഹബ്ബി വന്നപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചു. 6 മണി കഴിഞ്ഞ് 6:30 ആയി. ഞങ്ങൾ അവിടെ ചോദിച്ചു ഇവിടെ ഗ്രൂമിങ് കഴിഞ്ഞു. ആ ഗ്രൂമിങ് കഴിച്ച് എല്ലാവരും നമ്മൾ ചെന്നപ്പോൾ ആരും ഇല്ല അവിടെ. ഗ്രൂമിങ് കഴിഞ്ഞ് എല്ലാവരും പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ നടന്ന് ഹബ്ബി വന്നു. ഹബ്ബിന്ന് എത്തിയപ്പോൾ അവിടെ നിന്ന് വിളിക്കുന്നു, നിങ്ങൾ എവിടെ കളിച്ച് കാണിക്കാൻ വാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇതുപോലെ ഞങ്ങൾ അടച്ചെന്ന് പറഞ്ഞു, എല്ലാം ക്ലോസ് ചെയ്തേക്കെന്ന് ഞങ്ങൾ പോയെന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്നു. അപ്പോൾ കളിച്ച് കാണിക്കുള്ള പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ചു. പറഞ്ഞപ്പോൾ കൊള്ളാം, നിങ്ങൾ അടുത്ത ട്രിപ്പ് വരാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ട്രിപ്പ് വന്നു. ഇതങ്ങ് പ്രാക്ടീസ് ചെയ്യുന്നു ശരിയാകുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവൻ ഇങ്ങനെ അമ്മൂമ്മയുടെ ഇങ്ങനെ ഇരുന്ന് പറയും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മൾ അത് പിടിക്കുക, അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് പിടിച്ചു നോക്കി. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്കിറ്റ് അമ്മൂമ്മ. ഫസ്റ്റ് സ്കിറ്റ് അമ്മൂമ്മ സ്കിറ്റായിരുന്നു, പൊടിയും കൊച്ചാട്ടൻ്റെ. അത് കളിച്ച് ഇച്ചിരി ഫ്ലോപ്പായി. കാരണം ആ ഫ്ലോറിനെ കുറിച്ചോ അവിടെ എന്താ വേണ്ടതെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പം നമ്മൾ അവിടെ ചെന്ന് അത് അങ്ങോട്ട് കയറിയില്ല. അപ്പം നമുക്ക് രണ്ടാമത് അടുത്തൊരു അവസരം കൂടെ തന്നു. അടുത്തതിന് നമ്മൾ ഓരോ ട്രിപ്പ് പോകുമ്പോഴും പുതുമയുള്ള തമാശകളെ കൊണ്ടുവന്നത്. അതിനകത്ത് എനിക്കൊന്ന് സാറ് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ മറ്റേ വൃത്തികളൊന്നുമില്ല, നാടൻ തമാശകൾ എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്നുള്ളത് നമ്മളാണ് അവിടെ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് സാറ് ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പിന്നെയും അവസരം തന്നു. 3ാമത്തെ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കിറ്റ് നമ്മളങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു അടുത്ത ട്രിപ്പ് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു, ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്ന് ചോദിച്ചു, സാറേ അടുത്ത ട്രിപ്പ് ഞങ്ങൾ സെറ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറ്റത്തില്ല,
നമുക്ക് പിടിച്ച് നിൽക്കണം. അവിടെ 3 പേരും 3 ഇതിലെ സ്വപ്നങ്ങളുമായിട്ട് വന്നു. ഇപ്പോൾ സുജിത്ത് പറഞ്ഞ കടവും കാര്യങ്ങളും അതുപോലെ തന്നെ ഹരിക്കുട്ട അളിയനും അതുപോലെയുള്ള പ്രശ്നങ്ങൾ എല്ലാവരും അതേ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെയൊക്കെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടല്ലോ, ഏതൊരു കലാകാരനും ഒന്ന് കലയിലോട്ട് വരുമ്പോൾ അവർ ഏറ്റവും വലിയൊരു ആഗ്രഹം സിനിമ അല്ലെങ്കിൽ 10 പേര് അറിയുന്ന രീതിയിൽ എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹമായിരിക്കുമല്ലോ. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു മനസ്സിലുള്ള വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്തു, ഇല്ല നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഇവിടെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ചെന്ന് കളിച്ച് കാണിച്ചു. ആ സ്കിറ്റാണ് ഒരു രാജാവിൻ്റെ സ്കിറ്റാണ്. വാല പൊളിഞ്ഞിട്ട് ഞങ്ങൾ ഓടുന്നു, സുജിത്തിൻ്റെ കടയൊക്കെ ഉള്ളത്. ആ സ്കിറ്റ് കയറി നല്ല രീതിയിൽ വൈറലായി. പിന്നെ അടുത്തതിന് പിന്നെ നമുക്കറിയാലോ ഒരെണ്ണം ഹിറ്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് ഉത്തരവാദിത്തം കൂടുകയാണ്. പിന്നെ നമ്മുടെ നിലനിൽപ്പാണ് നമ്മൾ. പിന്നെ നമ്മൾ താഴാൻ പറ്റത്തില്ല, ഇതിന്റെ മേളിൽ കൊടുക്കാൻ വേണം. അതെ അതെ. പിന്നെ വേറൊരു കാര്യമാണ്, അന്ന് അഭിനയിക്കാൻ കൊള്ളത്തിൽ എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ അപമാനിച്ചു വിട്ടല്ലോ. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പുതിയൊരു സിനിമയിൽ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. വിജയരാഘവൻ സാറിൻ്റെ ഒരു പടമാണ്. പിന്നെ പുള്ളിയുടെ മകനൊക്കെ അഭിനയിക്കുന്നുണ്ട്. പടത്തിൻ്റെ പേരൊന്നും ഇപ്പം പറയുന്നില്ല, ഷൂട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂളിലൊക്കെ ഉണ്ട്, കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. നല്ലൊരു കഥാപാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എന്നെ നോക്കി പറയാം, നിന്നെ അഭിനയിക്കാൻ കൊള്ളത്തില്ല, നിങ്ങൾ എന്നെങ്കിലും ആരെങ്കിലും ഒക്കെ എടുത്താനോ? എൻ്റെത് കഴിഞ്ഞിട്ട് പറയാം. അല്ല ശരിയാ, നാക്കൊക്കെ പൊന്നാണ്. ഹരിച്ചേട്ടനാ ഇങ്ങോട്ട് ഇച്ചിരി നീങ്ങിയിരിക്കും, അവിടെ ഒറ്റപ്പെട്ടിരിക്കുക. എന്റെ ചൂട് പറ്റിയിരിക്കും. ഇത് കേറിക്കാൻ പറഞ്ഞപ്പോ വായി കയറി ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇത്തിരി ഗ്യാപ്പ് കൊടുക്കും, അതിന് ഇച്ചിരി ശ്വസിക്കട്ടെ. അത് ഇച്ചിരി ശ്വസിക്കട്ടെ. രാജേട്ടൻ പറഞ്ഞ പോലെ നിങ്ങൾ സ്കിറ്റ് പൊളിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുപിടിച്ച് നിങ്ങൾ 3 പേരും ഒരു റാപ്പായി നിങ്ങൾ പരസ്പരം അളിയാന്നാണ് വിളിക്കുന്ന അറിയത്തില്ല, നമ്മളെ സുഹൃത്തുക്കളെ അളിയാളിയാന്ന് ഇപ്പൊ പറഞ്ഞപ്പോ ഇടയ്ക്കെപ്പോഴും പറഞ്ഞ കാര്യം. ചേട്ടന് പോളിഷിംഗ് പണിയാണ്, പോലീസിലാണ്. പോളിഷ് ഞങ്ങൾ അതേ പറയത്തുള്ളൂ. അപ്പൊ ചേട്ടൻ എന്തായിരുന്നു ജോലി? അത് തന്നെ ആയിരുന്നു, പോലീസല്ല പോളിഷ്. പെയിന്റിന്റെ പണിയാണല്ലോ എന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീടിനകത്തൊക്കെ ഡിസൈൻ വർക്ക് ചെയ്യാം, സ്റ്റെൻസിൽ, സ്ട്രക്ചർ, അതുപോലെ നമ്മളെ തേക്ക് ഈട്ടി ഗ്രെയിൻസ് വരയ്ക്കുക, അതിന്റെ ഒരു വർക്കായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ കുറേ സംബന്ധം ഇങ്ങനെ തമാശ നമ്മുടെ മനസ്സിൽ കിടന്നങ്ങ്. അപ്പോൾ പണിശീലിലൊക്കെ നമ്മളിങ്ങനെ കുറേ സാധനം പറയും. അങ്ങനെ ഇരുന്നപ്പോഴേ ആ സുഹൃത്തിനെ കയറി. അപ്പോൾ സുഹൃത്ത് അന്ന് ഒരു സംഭവം ചൈനയുടെ ടിക്ടോക്ക് എന്തോ സാധനം ടിക്ടോക്ക് ആദ്യം ഇങ്ങനെ ഇവ തകർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ സാധനം എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ സുഹൃത്തിൻ്റെ പേര് നമ്മുടെ മനസ്സിൽ വന്നു. അയ്യോ ഒരാൾ വേണത്. അങ്ങനെയാണ് സുഹൃത്തിനെ പോയി കാണുന്നതും നമ്മൾ പോയി കണ്ട്. പിന്നെ അന്ന് ഞങ്ങൾ അമൃതയിൽ മഴവില്ല ബസ്സിലെ പോകുന്നത്, മഴവില്ല അവിടെ ചെന്നപ്പോൾ കൊട്ടാരമൊക്കെ തകർത്തിക്കാണ്. മധു അഞ്ചലിൻ്റെ കൂടെ ഇപ്പം അറിയാലോ, അത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ് മധു അഞ്ചൽ. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ് രാജ് കൊട്ടാരം. രാജ് കൊട്ടാര അല്ല അന്ന് പറഞ്ഞാൽ 10-15 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ. അപ്പൊ ഒരു കാരണവശാലും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്കില്ല. കൊട്ടാരമുണ്ട്. അപ്പൊ ഞാൻ ഞങ്ങൾ അന്ന് 2 പേര് മതി, മലയാളം 2 പേര് മതി. അപ്പൊ ഞാൻ സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ചാനൽ അറിയത്തില്ല, സ്കിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇതിന്റെ മെത്തേഡ് അറിയത്തില്ല, ഓഡിയം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സംഗതി നമുക്ക് ഇരിപ്പ് തന്നെ കണ്ടില്ലയോ, ഒരു കുന്ത് പറഞ്ഞില്ല കേട്ടോ. ഞങ്ങളുടെ അവിടെ പോയി സ്കിറ്റ് കളിച്ചേട്ടാ. അപ്പത്തേന് 50 ഒക്കെ അടിച്ചിട്ട് ഇറങ്ങി വരുവാ ഇദ്ദേഹം. അങ്ങനെ ഒരു സമയത്താണ് ഇപ്പൊ സെൽഫി എടുത്തിട്ട് കുത്തി ഇപ്പോഴാ ചിന്തിക്കുന്നത്, എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ആവശ്യമില്ലാതെ പെട്ടെന്ന് എടുക്കാൻ ആ സ്കിറ്റ് ഞാൻ പറയാം. പട്ടാളത്തിന്റെ പച്ച ഇത് ഫോറസ്റ്റ് കാട്ടുകൊള്ളക്കാരന്മാര് ഇത് കളിച്ചിട്ട് ഇവൻ ഇറങ്ങി വരുമ്പോ ഞങ്ങൾ കയറാൻ നിൽക്കുകയാണ്. അപ്പൊ ഇറങ്ങി എത്ര അടിച്ചു? 50 മെയിൻ 50 അടിച്ചിട്ട് ഇറങ്ങി വരുവാണ്. ഓ അത് ശരി. അപ്പൊ ഇവനെ ഞങ്ങൾ നോക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു പോയി. പിന്നെ ഞങ്ങളുടെ സ്കിറ്റാണ്. നമ്മൾ കയറി, നമ്മൾ 2 സ്കിറ്റ് അവിടെ മലമേൽ എത്ര 2 കളിച്ചോളൂ. 2 സ്കിറ്റ് കളിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോരുമായിരുന്നു. അപ്പൊ തന്നെ ഈ കൊറോണ ഇത് മൂത്ത് അല്ല ലോക്ക്ഡൌൺ ആയി. ഞങ്ങൾ അവിടെ ഇറങ്ങി. 2ാമത്തെ സ്കിറ്റിന്റെ സംഭവം പറയാം, അത് ഞാൻ പറയും.
രണ്ടാമത്തെ സ്കിറ്റ് പൊളിഞ്ഞ് ഞങ്ങൾ പോരുക. അപ്പം അരിച്ചാലും പറയാ, ഞാൻ വീട്ടിലെല്ലാം പറഞ്ഞ നാട്ടുകാരോട് ഭയങ്കര പ്രതീക്ഷയോടെ വന്നേ, ഇനി ഞാൻ വീട്ടിലോട്ടില്ല, ഞാൻ ഈ കയ്യിൽ ചളിച്ചാകും. മറ്റേ അതൊരു പാലത്തിൽ നിന്നായിരിക്കും ഉദ്ദേശിച്ചത്. ആണെന്ന് അവിടെ കായലില്ലേ, പുള്ളി ചാടാൻ വേണ്ടി റെഡിയായി നിൽക്കും. അത് ഞാൻ വീട്ടിലോട്ടില്ലെന്ന് പറഞ്ഞിട്ട് നാണക്കേട് കൊണ്ടാണോ അതോ പിടിച്ചു വലിച്ച് ഇത് മാത്രം സ്കിറ്റ് എല്ലാരും ഭയങ്കര പ്രതീക്ഷ. അല്ല വേറെ കണ്ട് അത് ഞാൻ പബ്ലിക്കായിട്ട് പറയാണ്, നമുക്ക് അവിടെ വേണ്ട ഗ്രൂമിങ് കിട്ടിയില്ല. അതിന് മനസ്സിലായി കിട്ടിയില്ല. അതുകൊണ്ട് സ്കിറ്റ് താഴെ അത് സാധനം നമ്മുടെ ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്, 100% വ്യക്തമാണ്. നമ്മൾ അവതരിപ്പിച്ച കൗണ്ടർ, അവതരിപ്പിച്ച സാധനം എല്ലാം പക്കയാണ്. പക്ഷെ നമുക്ക് അവിടുന്ന് കിട്ടിയ കയറുന്നതിന് നമുക്കൊരു ഇത് കിട്ടുമല്ലോ, ആ ഗ്രൂമിങ് വ്യക്തമല്ലായിരുന്നു. അതിൽ പാലിച്ചു പറ്റി. അതിൽ മനന്നൊന്ന് സാധനം കയ്യിൽ ഇരിക്കുമല്ലയോ, സാധനം കയ്യിലുണ്ട്, അതുകൊണ്ട് കളഞ്ഞില്ലയോ. ഇപ്പൊ നിന്റെ കയ്യിൽ സാധനം എവിടെ ഇരിക്കുന്നേ? ഇപ്പൊ നിന്റെ കയ്യിൽ സാധനം എവിടെ ഇരിക്കുന്നേ? ഇന്ത്യയിലാണോ താക്കോല്? അങ്ങോട്ട് നമ്മൾ അവിടെ വന്നു, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെ വന്നു. സത്യമായി അത് കഴിഞ്ഞ് നമ്മള് പോളി നാശമായി നിൽക്കുകയാണ്. എന്തായാലും ഇതിൽ നിന്ന് കയറണം. എന്നെ കൂട്ടുകാരൊക്കെ വിളിച്ചു തുടങ്ങി. ഇത് ഇവരെടുത്ത് പിന്നെ ഇത് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ടെലികാസ്റ്റ് ചെയ്തു. നമ്മുടെ ഈ സ്കിറ്റ് നമ്മൾ അവതരിപ്പിച്ച ഒരു സാധനമല്ല ഈ വരുന്നത്. നമ്മൾ പറഞ്ഞു നല്ലൊരു കൗണ്ടറുകൾ അതിനകത്തില്ല, ആകെ നശിപ്പിച്ച് നാളകളൊക്കെ ഇത് പോസ്റ്റ് വെച്ചേക്കാം, ടെലികാസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. നമ്മളെ ആൾക്കാർ, നമ്മുടെ കൂട്ടുകാരൊക്കെ എനിക്ക് ഒരുപാട് കൂടെ, കാരണം ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ പ്രോഗ്രാമിന് ഇറങ്ങിയ ആളാണ്. അത് കോമഡി മിമിക്രി ഒന്നുമല്ല, കലപിള്ള മ്യൂസിക്കായിരുന്നു. പാട്ട് കൊടുത്ത് അകലെ മൃദംഗം അങ്ങനെയുള്ള മ്യൂസിക് ഫീൽഡായിരുന്നു. അപ്പം എങ്ങനെ എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിനകത്ത് എടുത്തിയാലിപ്പോൾ അത് നിനക്ക് വല്ല കാര്യമുണ്ടാകും, ഇങ്ങനെയുള്ള കുറേ സാധനം ഞാൻ കേട്ടു. അപ്പോൾ ഇതിവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ അമൃത ചാനല് കോമഡി മാസ്റ്റേഴ്സ് ഓഡിഷൻ കാണുന്നു. ഞാൻ സുഹിത്തിനോട് പോയി ഞങ്ങൾ എനിക്കറിയാം, ഇവന് അറിയാം ഇതിൻ്റെ പരിപാടി എത്ര കോമഡി എങ്ങനെ ചെയ്യണമെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മളങ്ങ് ഏതാണ് നമ്മുടെ സംഭവം ഇരിപ്പുണ്ട്, ഇതെങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ അവൾ ഗ്രൂമിങ് പക്കയായിരുന്നു, അടിപൊളി സംഭവമായിരുന്നു, ഞങ്ങൾ കളിച്ച്. പക്ഷേ ഇപ്പോഴാണ് ഞാനൊരു സംഗതി അറിയുന്നത്, ഇവൻ അത്ര പ്രാരാപ്തി അന്നുണ്ടായിരുന്നു എന്നുള്ളത്. കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇല്ല, അറിയത്തില്ല, ഇവനോട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ വരെ. ഇപ്പം ഈ ഇൻ്റർവ്യൂവിനാണ് ഇതറിയുന്നത്. ഇവൻ അമൃത ചാനൽ ഞങ്ങൾ സ്കിറ്റ് കളിക്കുമ്പോൾ ഇവൻ ഇത്രയും ദാരിദ്ര്യമല്ല, ഇത്രയും വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നത്തെ ഈ ഇൻ്റർവ്യൂവിലാണ് ഞാൻ അറിയുന്നത്. പിന്നെ എനിക്ക് 2 മക്കളാണ്. ആ കുഞ്ഞുങ്ങളെ അപ്പം ഞാൻ വർക്കിന് പോയല്ലേ എൻ്റെ വീട് കഴിയാൻ പറ്റും. അപ്പോൾ എനിക്ക് വർക്കിന് പോകാനും പറ്റത്തില്ല. അവൻ അത് വെച്ചുകൊണ്ടാണോ എന്നോട് പറയാനെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ എന്തായാലും അത് പക്കയായിട്ട് അത് സ്കിറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ അങ്ങനപ്പോഴാണ് ഇത് ഐറ്റം വരെ തുടങ്ങുന്നത്. അപ്പം ഞാൻ പറഞ്ഞാടാ സുഹൃത്തെ, നമുക്ക് അടുത്ത ചാനൽ പിടിക്കാം. അപ്പം ഏകദേശം റൂട്ട്. അപ്പം നമുക്ക് ആർക്കും ഒരു എടാ നിങ്ങൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോഗ്രാം, കോമഡി ചെയ്യുന്നത് ഇങ്ങനെയാണ്, അല്ലെ കോമഡി ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അല്ലെ അവതരിപ്പിക്കാനാണ്, അല്ലെ നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെയാണ്, പൊസിഷൻ. ഇതൊന്നും പറയാനൊന്നും നമുക്ക് ആർക്കുമില്ല. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ഞങ്ങളിവിടെ നേരെ ഫ്ലവേഴ്സിൽ ഈ സംഭവം കണ്ടപ്പോൾ വിളിച്ചപ്പോൾ ഞാനും സുജിത്തും തന്നെയാണ് ഫ്ലവേഴ്സിൻ്റെ ഓഡിഷന് പോകണം. അല്ലടാ, തീർച്ചയായും ഞങ്ങളവിടെ തന്നെയാണ് പോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ പിന്നെ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളല്ലാണ്ട് പിന്നെ വേറെ ആൾക്കാരെ അല്ലെന്നു, അവിടെ 3 പേരാണ് ഈ ഫ്ലവേഴ്സിൽ. അങ്ങനെ വേണം. 2 പേര്. അപ്പം എന്നെ വിളിച്ചപ്പോൾ 3 പേരാണ്. അപ്പം ഞാൻ വിളിച്ചപ്പോൾ അവർ പറയുന്നത് 3 പേര് വേണം. ഞാൻ പറഞ്ഞു ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ശരി, നിങ്ങൾ 2 പേര് വന്നിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഒരാളോടെ വേണം. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തു, അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ സെലക്റ്റാണ്, നിങ്ങൾക്ക് ചേരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ച സമയത്താണ് അപ്പം നമുക്ക് സന്തോഷം എന്താ അറിയോ, അതിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പുതുകക്ഷികൾ ഇത് ഇവനെ എക്സ്പീരിയൻസ് ഉണ്ട് കൊട്ടാരത്തിന്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, പൊസിഷൻ, മൈക്ക്, ബാലൻസ്, ഈ സാധനം എല്ലാം ഇവൻ പഠിപ്പിച്ചു. അങ്ങനെ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെയാണ് ഞങ്ങൾ 3 കൂടെ ഒന്നിക്കുന്നത്. അത് ഞങ്ങൾ 3 കൂടെ ഒന്നിക്കാനും നമ്മൾ ഇത്രയും വരെ ആകാനും പ്രധാന കാരണം ഇത് ഐറ്റം വേറെ എന്ന ഷോയുടെ ഡയറക്ടറായ അർജുൻ സാർ